നിങ്ങളും അതുപോലെ പലരും ഒരു കൺഫ്യൂഷൻ പെട്ടത്. കാരണം വത്തിക്കാനിൽ നിന്ന് പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഒരു പ്രബോധന രേഖ ഇറങ്ങിയിട്ടുണ്ട്. ആ രേഖയുടെ പേരിൽ പലർക്കും ഒരു സംശയം, ഈ പരിശുദ്ധ അമ്മയോട് കൊണ്ടുചെല്ലാമോ, പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാമോ? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒന്നും ചെയ്യണ്ട എന്ന് പരിശുദ്ധ പിതാവോ പ്രബോധനാധികാരമുള്ള വികാസ്ത്രീയോ പറഞ്ഞിട്ടില്ല. പിന്നെ എന്താ ഓർക്കണം, നിങ്ങളെ വഴിതിരിക്കാൻ വേണ്ടി പലരും പറയും. കണ്ടില്ലേ, പിന്നെ നിങ്ങളെ കൊണ്ടുവരുന്നത് ഇടയ്ക്ക് ചോദിക്കും, കൊണ്ടുചെല്ലുന്നത് പറഞ്ഞിട്ടുണ്ടോ, എന്തെങ്കിലും ഇടുന്നത് പറഞ്ഞിട്ടുണ്ടോ, നോവേലുള്ളത് പറഞ്ഞിട്ടുണ്ടോ, വേളാങ്കണ്ണി പോയിട്ടത് പറഞ്ഞിട്ടുണ്ടോ? നൂറ്റി 21 സംഗീതത്തിൽ പറയുന്നില്ലേ, ഞാൻ പർവ്വതങ്ങളിലേക്ക് എന്റെ കണ്ണുകൾ ഉയർത്തും, എന്റെ സഹായം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിന്റെ നാമത്തിൽ. അതുകൊണ്ട് ഏഷ്യാപ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 20:37 അവിടെ പറയുന്നുണ്ട്, ഞാൻ കർത്താവിൽ ആശ്രയിക്കുന്നവൻ കഴുകനെ പോലെ. ആ യുവതൊക്കെ നിങ്ങൾ ചിറകടിക്ക് വരട്ടെ, ചിറകടിക്ക് വരട്ടെ, കഴുകനെ പോലെ വരാമെന്ന്. കഴുകൻ എന്ന് പറയുന്നത് വളരെ ശക്തമായിട്ട് പറക്കാൻ കഴിയുന്ന ഒരു പക്ഷിയാണ് അല്ലേ? നമ്മുടെ യോഹന്നാന്റെ പ്രതീകമല്ല, യോഹന്നാൻ എടുത്തിരിക്കുന്ന പ്രതീകം കഴുകൻ തന്നെയാണ്. അപ്പൊ കഴുകനെ പോലെ നിങ്ങളെ ആരൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ മിനിസ്ട്രിയിൽ പരാജയം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ വിഷമിക്കില്ല. നിങ്ങൾക്ക് കഴുകനെ പോലെ പറന്നു കയറാൻ പറ്റും. ഈ കഴുകനെ കുറിച്ച് പറയുന്നൊരു കാര്യം ഈ അടുത്തിടെ ഞാൻ കിട്ടും. എനിക്ക് കഴുകനെ കുറിച്ച് പല കാര്യങ്ങളും അറിയാം, പിന്നെ ഒരു കാര്യം ഞാൻ അധികം കെട്ടിയിരുന്നില്ല. അതെന്താണെന്ന് അറിയാമോ? കഴുകൻ മഴ കൊണ്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഈ ചിറകുകളൊക്കെ വെള്ളം കൊണ്ട് നിറയും അല്ലേ? സാധാരണ പക്ഷികൾക്ക് പിന്നെ പറക്കാൻ പറ്റില്ല. കഴുകൻ അങ്ങനെയാണ് പറയുന്നത്, ഒറ്റ പറച്ചിലോട് എല്ലാ വെള്ളം പോകും, എന്നിട്ട് അത് ആകാശത്തിലേക്ക് ഒറ്റ ഉയർച്ചയാണ്. മനസ്സിലായില്ലേ? ഇന്ന് ഞാൻ ഒന്ന് നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ളത്, ഇപ്പം നിങ്ങളും അതുപോലെ പലരും ഒരു കൺഫ്യൂഷൻ പെട്ടത്. കാരണം വത്തിക്കാനിൽ നിന്നും പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഒരു പ്രബോധന രേഖ ഇറങ്ങിയിട്ടുണ്ട് അല്ലേ? ആ രേഖയുടെ പേരിൽ പലർക്കും ഒരു സംശയം, ഈ പരിശുദ്ധ അമ്മയോട് കൊണ്ടുചെല്ലാമോ, തീർത്ഥാടനങ്ങളിൽ പോകാമോ, പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാമോ? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒന്നും ചെയ്യണ്ട എന്ന് പരിശുദ്ധ പിതാവോ പ്രബോധനാധികാരമുള്ള വികാസ്ത്രീയോ പറഞ്ഞിട്ടില്ല. പിന്നെ എന്താ, 1-2 കാര്യങ്ങൾ ഒന്ന് വിശദീകരിച്ചു എന്നേ ഉള്ളൂ. കാര്യങ്ങൾ വിശദീകരിച്ചു പറഞ്ഞു. അതായത് മറിയത്തെ സഹരക്ഷക എന്ന് വിളിക്കേണ്ട, മധ്യസ്ഥ എന്ന് വിളിക്കേണ്ട. മറിയത്തെ അതുപോലെ തന്നെ എല്ലാ കൃപാവരങ്ങളുടെയും അമ്മ എന്നും വിളിക്കേണ്ട. കൃപാവരങ്ങളൊക്കെ അതെന്തുകൊണ്ടാണ് അത് നമ്മൾ മനസ്സിലാക്കണം. മറിയത്തെ കുറിച്ചുള്ള എല്ലാ പഠനങ്ങളും ഒന്നും സമയത്ത് തന്നിട്ടില്ല. ഓർക്കണം, നിങ്ങളെ വഴിതിരിക്കാൻ വേണ്ടി പലരും പറയും. കണ്ടില്ലേ, ഇങ്ങനെ പറഞ്ഞിട്ട് പിന്നെ നിങ്ങളെ കൊണ്ടുവരുന്നത് ഇടയ്ക്ക് ചോദിക്കും, കൊണ്ടുചെല്ലുന്നത് പറഞ്ഞിട്ടുണ്ടോ, പറഞ്ഞിട്ടുണ്ടോ, എന്തെങ്കിലും ഇടുന്നത് പറഞ്ഞിട്ടുണ്ടോ, നോവേലുള്ളത് പറഞ്ഞിട്ടുണ്ടോ, വേളാങ്കണ്ണി പോയിട്ടത് പറഞ്ഞിട്ടുണ്ടോ, വല്ലാതെ പാട്ട് പോയിട്ടത് പറഞ്ഞിട്ടുണ്ടോ, ഓരോരുത്തർ യെരൂശലേമിൽ വരണ്ട വല്ലാതെ പറഞ്ഞിട്ടുണ്ടോ? ഇതൊന്നും പറഞ്ഞിട്ടില്ല. തന്നെയല്ല, പരിശുദ്ധ അമ്മയെ കുറിച്ചുള്ള പഠനം 4 കാര്യങ്ങളാണ്. ആരെങ്കിലും പറയുകയാണെങ്കിൽ 4 കാര്യങ്ങൾ നിങ്ങൾ അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. പരിശുദ്ധ അമ്മയെ പറ്റിയുള്ള അടിസ്ഥാന പ്രമാണങ്ങൾ ഏതൊക്കെയാണത്? 1, അമ്മ ദൈവ മാതാവാണ്. അത് പറഞ്ഞോ നിങ്ങള്. പരിശുദ്ധ മറിയം ദൈവമാതാവാണ് അല്ലേ? അതിനെ ഗ്രീക്ക് വാക്ക് പറയുന്നത് തെയോട്ടോക്കോസ് എന്നാണ്. പരിശുദ്ധ അമ്മ നിത്യകന്യകയാണ്. പരിശുദ്ധ അമ്മ നിത്യകന്യകയാണ്, അതിനൊരു മാറ്റമില്ല. 3, പരിശുദ്ധ അമ്മ അമലോത്ഭവയാണ്. നമ്മളിപ്പോൾ 8-ാം തീയതി തിരുനാൾ ആഘോഷിക്കാൻ പോവുകയാണ് അല്ലേ? പരിശുദ്ധ അമ്മ
അമലോത്ഭവയാണ്. 4 പരിശുദ്ധ അമ്മ സ്വർഗാരോപിതയാണ്. സ്വർഗത്തിൽ റാണിയായി മുടിതിരിപ്പിക്കപ്പെട്ടുവെന്ന് നമ്മൾ കൊന്തയിൽ പറയാറില്ലേ? അപ്പൊ പ്രിയപ്പെട്ടവരെ, ആരെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവര് പറയുന്നതൊന്നും നിങ്ങൾ വിശ്വസിക്കില്ല. കേട്ടാ, നിങ്ങളൊരു കാര്യം അറിയണം. ഒരു കത്തോലിക്കന്റെ അനന്യത, യുണീക്നെസ് എന്താണെന്ന് ചോദിച്ചാൽ 3 കാര്യങ്ങൾ. അതേവയാണെന്ന് ചോദിച്ചാൽ, 1, പത്രോസിന്റെ പിൻഗാമിയായ മാർപ്പാപ്പയിലുള്ള വിശ്വാസം. മനസ്സിലായോ? ഒന്നാമത്തേത് നമ്മുടെ കത്തോലിക്കന്റെ അനന്യത. അതായത് ഓർത്തഡോക്സുകാർക്ക് മാർപ്പാപ്പയില്ല, യാക്കോബക്കാർക്ക് മാർപ്പാപ്പയില്ല, പട്ടണക്കാർക്ക് മാർപ്പാപ്പയില്ല. മാർപ്പാപ്പയുടെ ആർക്കാണ്? കത്തോലിക്. അത് ഏത് നൂറ്റാണ്ടിൽ തുടങ്ങിയതാ? 1-ാം നൂറ്റാണ്ടിൽ ആദ്യം സഭ ജനിച്ചുടങ്ങുന്നതാണ്. അല്ലേ? അത് കഴിഞ്ഞ് ഈ മറ്റു സഭകൾക്ക് എന്താ പറഞ്ഞത്? 100 കൊല്ലം മുമ്പ്, 10 കൊല്ലം മുമ്പ്, 50 കൊല്ലം മുമ്പ് വന്ന സഭകളിലൊക്കെ അവര് വരെയൊക്കെ പറഞ്ഞ് നമ്മൾ കേൾക്കേണ്ട ആവശ്യമില്ല. അതിന്റെ ആവശ്യമില്ല. നമ്മളെ വേണ്ട. ഇത് 2000 വർഷമായിട്ട് നമ്മൾ വിശ്വസിച്ചു വരുന്ന പാരമ്പര്യമാണ്, സത്യമാണ്. അത് നമ്മളെപ്പോഴും ഓർക്കണം. അപ്പോൾ ഒരു കത്തോലിക്കിന്റെ അനന്യത എവിടെയാണെന്ന് പറഞ്ഞാൽ, ഒന്നാമതായിട്ട് മാർപ്പാപ്പയിലുള്ള നമ്മുടെ വിശ്വാസം. 2, ക്രൈസ്തവ ആരാധനയുടെ കേന്ദ്ര ബിന്ദു പരിശുദ്ധ കുർബാനയാണെന്നുള്ള വിശ്വാസം. ക്രൈസ്തവ ആരാധനയുടെ കേന്ദ്ര ബിന്ദു പരിശുദ്ധ കുർബാനയാണെന്നുള്ള വിശ്വാസം. പരിശുദ്ധ കുർബാനയിൽ സാക്ഷാൽ ദൈവവും സാക്ഷാൽ മനുഷ്യനുമായ ഈശോ മിശിഹ എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ആ വിശ്വാസക്കാർക്ക് നമുക്ക് കഴിയോ? ഇല്ല. 3, ഈശോയുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തോടുള്ള നമ്മുടെ വണക്കമാണ്. പരിശുദ്ധ അമ്മയെ നമ്മൾ അമ്മയായി കണക്കാക്കുന്നു. കാരണം കുരിശിൽ കിടന്നുകൊണ്ട് ആ അമ്മയെ നമുക്ക് അമ്മയായി നൽകിയത് ആരാണ്? ഈശോ തന്നെയാണ്. യോഹന്നാനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഇതാ നിന്റെ മകൻ, ഇതാ നിന്റെ അമ്മ എന്ന് പഠിപ്പിച്ചില്ലേ? എന്ന് പറഞ്ഞാൽ യോഹന്നാന് ശേഷം വരുന്ന എല്ലാ വിശ്വാസികൾക്കും അമ്മയായിട്ട് പരിശുദ്ധ അമ്മയെ നൽകി എന്നുള്ളതാണ്. അതൊരിക്കലും നിങ്ങൾ അപ്പൊ ഈ 3 വിശ്വാസ സത്യങ്ങൾ നമ്മളാക്കുന്നത് എന്തൊക്കെയാണ്? 1, മാർപ്പാപ്പ. 2, വിശുദ്ധ കുർബാന. 3, ഒരു കാര്യം നിങ്ങളോട് ഞാൻ പറയാം. ഈ 3 വിശ്വാസങ്ങളും ചരിത്രത്തിൽ ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട്. മാർപ്പാപ്പയിലുള്ള വിശ്വാസത്തെ ചോദ്യം ചെയ്തുകൊണ്ട് സഭ വിട്ടുപോയവരുണ്ട്. ഇല്ലേ? ഉണ്ട്. ഇന്നും ചോദിക്കുന്നുണ്ട്. വിശുദ്ധ കുർബാനയിൽ യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട്, അത് വെറും അപ്പമാണെന്ന് പറഞ്ഞുകൊണ്ട് വിട്ടുപോയവരുണ്ട്. ഇല്ലേ? ഉണ്ട്. അതുപോലെ പരിശുദ്ധ അമ്മയോടുള്ള വണക്കം ചോദ്യം ചെയ്തുകൊണ്ട് നാം വിട്ടുപോയവരുണ്ട്. കോഴിമട്ടയുടെ തോടിന് എന്ത് വിലയുണ്ടെന്ന് നാം ചോദിച്ചു. അല്ലേ? പക്ഷെ നമ്മൾ ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഇത്രയൊക്കെ വിട്ടുപോയിട്ടും നമ്മളത് ശരിയല്ല എന്ന് പറഞ്ഞോ? ഇല്ല. നിങ്ങള് നമ്മുടെ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം വായിച്ചു നോക്ക്. അവിടെ ആദ്യം നമ്മൾ കാണുന്നത് എന്താണ്? കർത്താവ് 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേര് തീറ്റിപ്പോയിട്ടു. അതിനുശേഷം കർത്താവ് എന്ത് ചെയ്ത്? വെള്ളത്തിന് മീൻ നടക്കുന്നു. അതിനുശേഷം കർത്താവ് എന്ത് ചെയ്ത്? അപ്പത്തെ കുറിച്ച് പ്രസംഗിക്കുന്നു. ഈ അപ്പം ഭക്ഷിക്കുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല. എന്നിട്ട് അവസാനം ഒത്തിരി ആളുകൾ വിട്ടുപോയി. അവന് ഇതൊരു 10 വർഷം ചോദിച്ചത് എന്താണ്? എന്താ നിങ്ങൾക്കും പോകണമെന്നുണ്ട്? അതിന് മറുപടിയായിട്ട് 10 വർഷം പറഞ്ഞത് എന്താണ്? കർത്താവ് ഞങ്ങൾ എവിടെ പോകും? അങ്ങയുടെ വചനങ്ങൾ നിത്യജീവന്റെ വചനം. ഈ കത്തോലിക്ക സഭാംഗങ്ങളായിട്ടുള്ള നമ്മളും പറയുന്നത്, കർത്താവേ ഞങ്ങൾ എവിടെ പോകും? അങ്ങയുടെ വചനങ്ങൾ നിത്യജീവന്റെ വചനങ്ങളാണ്. അപ്പോൾ
ഓർക്കുക, പരിശുദ്ധ അമ്മയെ കുറിച്ചുള്ള ഈ കാര്യങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളാരും അത് വിശ്വസിക്കാനൊന്നും പറ്റില്ല. ഈ മാതാവിനെ കുറിച്ചുള്ള ഈ 4 അടിസ്ഥാന തത്വങ്ങൾ, അടിസ്ഥാന പ്രബോധനങ്ങൾ, അടിസ്ഥാന വിശ്വാസങ്ങൾ നിങ്ങൾ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കും. എനിക്കറിയാം നിങ്ങൾ എവിടെയെങ്കിലും പ്രസംഗിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ 1 പരിശുദ്ധമ്മ, 2 3 4 പിന്നെ എന്തുകൊണ്ട് സഹരക്ഷക എന്ന് പറയണ്ടെന്ന് പറയുന്നത്, അതായത് രക്ഷകനായിട്ട് ആകെ ഒരാള്, അതാണ് എന്ന് വിചാരിച്ചിട്ട് അമ്മ രക്ഷാകരത്തെ പകരുന്നില്ലേ? പിന്നെ കർത്താവിനെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നില്ലേ? അവളുടെ ഒരു ഉവ് യെസ് എന്ന വാക്കാണ്. അപ്പൊ അവളൊരു ഹെൽപ്പറായിരുന്നു, സഹായം ചെയ്തവളായിരുന്നു. മനസ്സിലായോ? ഇപ്പൊ ഒരു അപ്പൊ അതുകൊണ്ട് നമുക്കൊരിക്കലും നമ്മളൊക്കെ പറയുന്നുണ്ട്. അത് എന്തെന്നറിയാമോ? ചില ടീമുകൾ, ചില ആളുകൾ മാതാവിനെ സഹരക്ഷിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ ലോകത്ത് പലയിടത്തും ഓടി നടക്കുന്നുണ്ട്. അവർ ഒപ്പ് ശേഖരിക്കുന്നു, അവർ കർണാളന്മാരുണ്ട്, കർണാന്മാരൊക്കെ ഉണ്ട് ഇതിന്. അപ്പം അതിനൊക്കെ ഒന്ന് തടയിടാൻ വേണ്ടിയിട്ട് സഭ ഉപയോഗിച്ച ഒരു മാർഗമാണ്. അങ്ങനെയൊന്നും വിളിക്കില്ല, കാരണം അത് മറ്റുള്ളവർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കും. അതുകൊണ്ട് രക്ഷകൻ ഒന്നേ ഉള്ളൂ, ക്രിസ്തുവാണ് ആ രക്ഷകൻ, അതാണ് ഏക രക്ഷകൻ. അത് പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പ്രബോധന രേഖ ഉണ്ടാക്കിയിട്ടുള്ളത്. രണ്ടാമതായി പറയുന്നത് മധ്യസ്ഥൻ. മധ്യസ്ഥനാണ് ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെ ഇടയിൽ നിൽക്കുന്നത്. അത് ക്രിസ്തു തന്നെയാണ്. എന്നാ പരിശുദ്ധമ്മ എന്ത് ചെയ്യുന്നത്? ഇന്റർസെഷൻ. പരിശുദ്ധമ്മയുടെ ദൗത്യം എന്താണ്? ഇന്റർസെഷൻ ഗ്രൂപ്പില്ലേ ഉണ്ട്, അവര് മധ്യസ്ഥനാണ്. ആണോ? അല്ല, പിന്നെന്താ ചെയ്യുന്നത്? നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അല്ലേ? അതാണ് ആരാവും ഇന്റർസെഷൻ നടത്തുന്നവരാണ്. അത് നമ്മൾ അംഗീകരിക്കും, അത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെന്താണ്? എല്ലാ കൃപാവരങ്ങളുടെയും ഉറവിടം മധ്യസ്ഥ. എല്ലാ കൃപാവരങ്ങളുടെയും ഉറവിടം എവിടെയാണ്? ഈശോ ആണ്, ദൈവമാണ്, പരിശുദ്ധാത്മാവാണ് അല്ലേ? ആ പരിശുദ്ധ അമ്മ കൃപാവരം നമുക്ക് ലഭിക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കും. കാരണം കാലാല കല്യാണത്തിന് എന്താ ചെയ്തത്? അവൻ പറയുന്നത് ചെയ്യുവിൻ. നമ്മളെ ഓരോരുത്തരെയും വിളിച്ചിട്ട് അവിടെ നിന്ന് പറയുകയാണ്, അവൻ പറയുന്നത് പോലെ ചെയ്തോ, അത്ര പറയുന്നുള്ളൂ. എല്ലാവരും എതിരേക്ക് നോക്കൂ, ഞാനാണ് വലിയ ആള് എന്ന് അമ്മ പറയുന്നുണ്ടോ? അമ്മ പറയുന്നതാണ് നീ പൊയ്ക്കോ, അവൻ പറയുന്നത് പോലെ കേൾക്ക്, പറഞ്ഞു കേൾക്കി. അത് അങ്ങനെയല്ല ചെയ്യുന്നത് അല്ലേ? അപ്പൊ നമ്മുടെ ജീവിതത്തിലെ പല വെള്ളമില്ലാത്ത കൽപ്പരണികൾ, ശൂന്യമായ കൽപ്പരണികൾ നമ്മുടെ കയ്യിലുണ്ടാവും. പലതും സ്നേഹത്തിന്റെ ശൂന്യത, കരുണയില്ലാത്തതിന്റെ ശൂന്യത, ക്ഷമയില്ലാത്തതിന്റെ ശൂന്യത. അങ്ങനെയുള്ള കൽപ്പരണികൾ നമ്മൾ എന്ത് ചെയ്യണം? കർത്താവിന്റെ അടുത്ത് വെച്ചിട്ട് കർത്താവ് നീ തന്നെ നടത്തി, എന്നിട്ട് കർത്താവ് അത്ഭുതം ചെയ്തതൊക്കെ മാറ്റിത്തരും. മനസ്സിലായി? അപ്പൊ കൽപ്പനകൾക്ക് മാറ്റി നമുക്ക് തീർച്ചയായിട്ടും തരാനില്ല. അപ്പോൾ ഇപ്പൊ ഇന്നലെ മാർപ്പ ഒരു പ്രബോധന രേഖ പുറത്തിറക്കിയിട്ടുണ്ട്. അത് നമ്മുടെ നിത്യാസുരദോസിലുണ്ടായ വിശ്വാസ പ്രമാണമുണ്ട് അല്ലേ? നമുക്ക് 2 വിശ്വാസ പ്രമാണമുണ്ട്. ഒന്നേതാണ്? അപ്പോസ്തലന്മാർ സ്ത്രീയന്മാരുടെ അതാണ്. അതുണ്ട്. നമ്മൾ ഈ ജപമാല ചെല്ലുമ്പോൾ ഉപയോഗിക്കുന്ന ഏതാണ്? നിത്യാസുരദോസ് ഉപയോഗിക്കുന്ന സംശുദ്ധനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, അവിടുത്തെ ഏകത്വം. നമ്മുടെ 12 വിശ്വാസ സത്യങ്ങളുണ്ട് അതിനകത്ത്. അത് ഓരോന്നും എടുത്ത് നോക്കുക. അത് പരലോകത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, നിത്യമായി ഞാൻ വിശ്വസിക്കുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് 12 തത്വങ്ങൾ, വിശ്വാസ സത്യങ്ങളാണ് അതിനകത്തുള്ളത്. അത് പഠിക്കേണ്ടതാണ്. കാറ്റഗിസമൊക്കെ കാറ്റഗിസ് എന്ന് പറയുന്ന വലിയൊരു പുസ്തകമുണ്ട്. പറ്റുന്നത് നിങ്ങൾ എപ്പോഴും ഇത് വാങ്ങിക്കണം. അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഈ 12 കാര്യങ്ങളെക്കുറിച്ചും വളരെ വ്യക്തമായി പറയുന്നുണ്ട്. I believe in God, the Almighty. അതിനെക്കുറിച്ച് വിശദീകരണമൊക്കെ കഴിയും.